ഇതിന് 5 മാസം. 5 മാസമേ ഉള്ളൂ. 5 മാസം പ്രായമുള്ള ഒട്ടകാണ് കേട്ടോ. അത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. എന്നെക്കാളൊക്കെ ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് എണീറ്റ് നിന്നാൽ അതിനെ കാലിങ്ങനെ കെട്ടിയിട്ട് അതിനകത്ത് നിർത്തിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പൈക്കുട്ടികളെ ഇങ്ങനെ സെയിൽ ചെയ്യുമല്ലോ, പശുക്കളൊക്കെ സെയിൽ ചെയ്യുമല്ലോ, പാലുകൂടി മാറാത്ത കുട്ടികളെയും തള്ളേനും കൂടി ഒരുമിച്ചാണ് സെയിലാക്കുക. ഇവിടെ കുട്ടികളെ മാത്രമാണ് സെയിലാക്കുന്നത്. അത് വളർത്താൻ വാങ്ങിക്കുന്നവരുണ്ട്, ഇറച്ചിയുടെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുന്നവരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് പേടിച്ചിട്ട് അതുകൊണ്ട് അത് എണീക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അതിന് എണീക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ വന്നത് ആ ഒട്ടകത്തിനെ കുറിച്ചല്ല, ഞാൻ കയറിയിരിക്കുന്ന സൈക്കിളിനെ കുറിച്ചാണ്. നമ്മളൊക്കെ സൈക്കിൾ ചവിട്ട് പഠിച്ച ഒരു കാലം ഉണ്ടാവും. സൈക്കിൾ ബാലൻസ് ചെയ്ത് കുറച്ചെങ്കിലും ദൂരം പോയ ഒരു കാലം. ആ കാലമൊന്നും നമ്മൾ പെട്ടെന്ന് മൈൻഡിൽ നിന്ന് പോകില്ല, നമ്മൾ മറക്കില്ല. എന്തായാലും ഞാനത് മറന്നിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ആ ഒരു ദിവസങ്ങൾ. കുറച്ച് ദിവസം ആ ഒരു ബാലൻസ് ചെയ്ത് സൈക്കിൾ മുന്നിലോട്ട് പോയ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ദിവസങ്ങളോളം അത് ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ഒരു ദിവസമേ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് സൈക്കിളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഈ സൈക്കിളിൻ്റെ ഓണർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിതൊന്ന് കൊടുക്കട്ടെ, എന്നിട്ട് ബാക്കി കഥ പറയാം. ഓക്കെ. അപ്പോൾ സൈക്കിളുടെ ഓണർ പോയിട്ടോ. ഒരു ഫിലിപ്പീനാണ്. നമ്മുടെ കസ്റ്റമർ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന ഒരു കാലം, അല്ലെങ്കിൽ ആദ്യമായിട്ട് സൈക്കിൾ ഒറ്റയ്ക്ക് ബാലൻസ് ചെയ്ത് പോയ അത് പെട്ടെന്നൊന്നും ആരും മറക്കില്ലല്ലോ. അതിന് മുന്നേ വേറെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഡ്രസ്സ് ഇത് അടിപൊളിയെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ എന്നും ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഡ്രസ്സും ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഇത് പെട്ടെന്ന് ചെക്കിങ് എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലെങ്കിലേ നല്ല ഫൈൻ കിട്ടും. പിന്നെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നും ചോദിച്ചിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതങ്ങനെയല്ല, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങി പോവുക ചെയ്യാം. അപ്പം ചിലപ്പോൾ ഇത് ഊരി വെക്കാൻ മറക്കും, ഇനിയിപ്പോൾ ഊരി വെച്ചാൽ എടുത്ത് ഇടാൻ മറക്കും. അതുകൊണ്ട് അത് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ അങ്ങ് പോകുന്നതാണ്. ഓക്കെ. പിന്നെ ഇത്ര വലിയ മുടിയല്ല, ഒന്ന് കൺട്രോളിൽ നിൽക്കും ചെയ്യുമല്ലോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട് സിയാദ്, ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ഫസ്റ്റ് ബാലൻസ് ചെയ്ത് സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്. സിയാദിൻ്റെ ഏട്ടൻ സമദ്, അവന് സ്വന്തമായിട്ട് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കൊന്നും സൈക്കിളില്ല. എനിക്ക് തോന്നുന്നു ഒരു 7-ോ 8-ലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അങ്ങനെ അവൻ സൈക്കിൾ വീട്ടിൽ വെച്ചിട്ട് എന്തിനു വേണ്ടി പുറത്ത് പോകുന്ന സമയത്ത് ഞാനും അവനും കൂടെ സൈക്കിൾ എടുത്തിട്ട് വീടിൻ്റെ പുറത്തേക്ക് വരും. അപ്പോൾ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള റോഡ് ഒരു കയറ്റാണ്. ശ്രീകൃഷ്ണപുരം ചന്തപ്പുരമുള്ളവർക്ക് അറിയാം, നമ്മുടെ ഈശ്വരമംഗലം അമ്പലത്തേക്ക് പോകുന്ന വഴിയിലാണ് അവൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കയറ്റം സൈക്കിൾ തള്ളിക്കയറ്റും. എന്നിട്ട് മേലെ കൊണ്ടുവച്ചിട്ട് അതിന് മുകളിൽ ഒരാൾ കയറി ഇരുന്നിട്ട് താഴേക്കിങ്ങ് വരും. അപ്പോൾ ആ ബാലൻസ് ചെയ്ത് വീടാണ്ട് താഴെ എത്തും. വീണ്ടും പോവും, അടുത്ത ആൾ വരും, വീണ്ടും പോവും, അടുത്ത ആൾ വരും. ഇങ്ങനെയാണ് സൈക്കിൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നത്. ഞാനും അവനും കൂടെയാണ് ആദ്യമായിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. കാരണം അങ്ങനെ ബാലൻസ് ചെയ്യുന്ന ഒരു ടൈം നമുക്ക് എന്താ പറയുക, അന്നത്തെ 1-2 ദിവസം ഒന്നും ഉറങ്ങൂല. ഇത് തന്നെ ആയിരിക്കും മൈൻഡിൽ. എല്ലാം കഴിഞ്ഞ് സൈക്കിൾ വീട്ടിൽ കൊണ്ടുവെക്കാൻ നേരം സൈക്കിളിൻ്റെ ടയറങ്ങ് വീർത്തിട്ടുണ്ട്, വലുതായിട്ട് വീർത്തിട്ടുണ്ട്. ഒരു ഭാഗം എന്താ പറയുക, ഒരു ട്യൂബിങ് പുറത്തേക്ക് വന്നിട്ട് പൊട്ടാനായ ലെവലിൽ അങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ട്. രണ്ടാൾക്കും നല്ല ടെൻഷനായി. കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പണിയാവും. അവനറിയാണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആ ടയർ അങ്ങനെ ആവാനൊരു കാരണമുണ്ട് കേട്ടോ. കാരണം അന്ന് ആ ഈശ്വരമംഗലം ആ റോഡ് ടാർ ചെയ്തിട്ടില്ല, മണ്ണിട്ട റോഡും അല്ല. ടാർ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ വലിയ കല്ലിട്ടിട്ട് ഇടൂലേ, എന്നിട്ട് പിന്നെ റോളർ ഓടിച്ചിട്ടൊക്കെ അല്ലേ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ വലിയ കല്ലിൻ്റെ മുകളിൽ കൂടെയാണ് ഞങ്ങൾ ഇതിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കളിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് അത് പൊട്ടിയില്ല. ഇതിങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ടച്ച് ചെയ്ത് അപ്പം പൊട്ടും എന്നുള്ള അവസ്ഥയിൽ അതായിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് രണ്ടൊക്കെ നല്ല പേടിയായി. കാരണം നല്ലപോലെ കിട്ടും ചെയ്യും, അല്ലെങ്കിൽ നല്ലപോലെ കേൾക്കുകയും ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും കൂടെ അതവിടെ കൊണ്ടുപോയി എടുത്തോട് തന്നെ കൊണ്ട് വെച്ചു. ആരും അവൻ്റെ ഉമ്മയൊന്നും കാണാണ്ട് എടുത്തോട് തന്നെ കൊണ്ട് വെച്ചു. എന്നിട്ട് മെല്ലെ അവൻ വീട്ടിൽ കയറി, ഞാൻ എൻ്റെ വീട്ടിലേക്കും പോന്നു. പിന്നെ അതിനുശേഷം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെനിക്കത് ഓർമ്മയില്ല. എന്തായാലും വീഡിയോ ഞാൻ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് അവൻ എന്താ പറയണത് നമുക്ക് നോക്കാം. ഓക്കെ. അങ്ങനെയാണ് ഈ സൈക്കിൾ ചവിട്ടാൻ പഠിച്ച ഒരു ഓർമ്മ. അത് മറക്കൂല. എനിക്ക് തോന്നുന്നു ഒരു 8-ലൊക്കെ എത്തിയിട്ടാണ് പുതിയ സൈക്കിൾ വാങ്ങിക്കണത് കേട്ടോ. ചെറുപ്പത്തിലൊന്നും നമുക്ക് സൈക്കിളൊന്നും കിട്ടിയിട്ടില്ല. അതാണ് ബാലൻസ് ചെയ്ത് ആദ്യമായിട്ട് സൈക്കിളുമ്മ കയറിയിരുന്ന് ചവിട്ടിയെന്ന് പറയാൻ പറ്റില്ല, കയറ്റത്തുനിന്ന് താഴത്തേക്ക് പോയത് അങ്ങനെ വേണം പറയാൻ. എൻ്റെ ഈ സ്റ്റോറി കേട്ടിട്ടേ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പഴയത് കോർത്തെടുക്കാൻ പറ്റിയില്ലേ അല്ലേ? അത്രേ ഉള്ളൂ.